ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ച് കേക്കൊക്കെ പോലെ ഇരിക്കുന്ന ഒരു കായ്പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഈ പാത്രത്തിൽ നിന്നും മാറ്റാം. അതുപോലെ തന്നെ ഈ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിത് ഒന്ന് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കാൻ പോകുന്നത്. ഇത് ഒത്തിരി പഴുത്ത പഴമല്ല, എന്നാൽ അത്യാവശ്യം പഴുപ്പുണ്ട്, മധുരമുള്ള ഒരു പഴമാണിത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഈ പാലിലോട്ട് തന്നെ കുറച്ച് ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ അല്ലെങ്കിൽ നെയ്യിൽ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ആ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴം ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടി ഒരു പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ. 3 മുട്ടയും ഒരു പഴമാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 5 മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ 2 പഴം വരെ എടുക്കാവുന്നതാണ്. ഇത് പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പഴമാണ്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ എണ്ണം മാത്രം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പഴമെല്ലാം റോസ്റ്റായിട്ടുണ്ട്. അതിനി പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ഈ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. മിക്സിയിലും ബീറ്റ് ചെയ്തെടുക്കാം, എന്നാലും ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ കൊണ്ടാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ കുറേയും കൂടെ സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി 3 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പതഞ്ഞ് വരും. മുട്ട ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ വരും. ഇത് അത്യാവശ്യം മധുരമുണ്ട്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൈദയും അതുപോലെ തന്നെ പാൽപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇതൊരു അരിപ്പയിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ പാൽപ്പൊടി ചേർക്കുമ്പം ഇതിന് നല്ലൊരു സ്വാദ് കിട്ടും. പാൽപ്പൊടി ഇല്ലെങ്കിൽ അല്പം പാലൊഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഏലക്കാപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കും. ഏലക്കാപ്പൊടി അല്ലെങ്കിൽ വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്, എന്നാലേ ഉള്ള മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. ഇത്രയും ചേർത്തിട്ട് ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഹാർഡായിട്ട് ഇത് ഫോൾഡ് ചെയ്യരുത്. മൈദയും അതുപോലെ പാൽപ്പൊടിയും ഈ മുട്ടയും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സായി കിട്ടുകയും വേണം, എന്നാൽ അതിൻ്റെ പതയൊക്കെ ഒന്ന് പോകാതിരിക്കുകയും വേണം. ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ നമ്മുടെ കായ്പോള നല്ല സോഫ്റ്റായി വരത്തുള്ളൂ. ഇനി ആ മിക്സ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഈ പാനിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമൊന്നും ആ മുട്ടയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പം ഈ നെയ്യ് ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കായ്പോള നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. ഇനി ആ മുട്ടക്കൂട്ടിൻ്റെ പകുതി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇത് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം മുഴുവൻ പഴവും ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു. ഇനി ബാക്കിയുള്ള ആ മുട്ടയുടെ കൂട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി പാത്രം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം.
ഞാനിപ്പോൾ ഈ കായ്പോള വെച്ചിരിക്കുന്ന പാത്രം വേറൊരു ഫ്രൈങ് പാനിൻ്റെ മുകളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കായ്പോളയുടെ അടിഭാഗമൊക്കെ നന്നായിട്ട് കിട്ടും, കരിഞ്ഞു പോകത്തുമില്ല. എന്നിട്ടൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തുറന്ന് നോക്കാം. ഇതുകൊണ്ടോ കായ്പോളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും. ഇനി ഒരു സ്ക്യൂർ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. ഉണ്ട്, സ്ക്യൂർ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. കായ്പോള നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്ത പഴം ഉണ്ടെങ്കിൽ 2 ലെയറായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. കണ്ടോ, ഇതിപ്പോൾ ഒരു സ്പോഞ്ച് കേക്ക് പോലെയല്ലേ ഇരിക്കുന്നത്. നല്ല തിക്നെസ്സും ഉണ്ട്, നല്ല സോഫ്റ്റാണിത്. ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കാം. നോമ്പുതുറ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റമാണിത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.